യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കേസ് ഇന്ന് രാവിലെ 10 മണിക്ക് സുപ്രീം കോടതി മെൻഷൻ ചെയ്യും. കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബവുമായി ചർച്ചകൾക്ക് സൗകര്യമൊരുക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണം എന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുന്നു. ഗുഡ് മോർണിംഗ് ബൽറാം. ഡൽഹിയിൽ മഴയൊക്കെ കുറഞ്ഞോ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഡൽഹിയിൽ മഴ തുടരുകയാണ്. ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ട്. ഡൽഹിയിൽ അതിശക്തമായ മഴ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഉണ്ട്. നമ്മൾ ഈ നിമിഷപ്രിയ വിഷയത്തിലേക്ക് വന്നാൽ ഇന്ന് ആ കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ സമർപ്പിച്ച ഹർജിയാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത്. അതിനിടെ ഈ അറ്റോർണി ജനറലിൻ്റെ ഭാഗത്തു നിന്നും ഒരു നീക്കം ഉണ്ടായിരിക്കുന്നു. ഇന്ന് 10:30 തന്നെ ഈ കേസ് മെൻഷൻ ചെയ്യാനുള്ള തീരുമാനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. ഇക്കാര്യം ഹർജിക്കാരെ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഈ ഹർജി ഫയൽ ചെയ്ത അഭിഭാഷകൻ അഡ്വക്കേറ്റ് KR സുഭാഷ് ചന്ദ്രൻ ചേരുകയാണ് 24-നൊപ്പം. ഇന്ന് മെൻഷൻ ചെയ്യാൻ AG തീരുമാനിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇന്നലെ വൈകിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പ്. ഇന്നലെ വളരെ വൈകിയാണ് അറിയിപ്പ് ഞങ്ങൾക്ക് ഔദ്യോഗികമായി കിട്ടുന്നത്. AGയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹം രാവിലെ 10:30 ഇന്ന് 3-ാം നമ്പർ കോടതി മുമ്പാകെ ജസ്റ്റിസ് വിക്രംനാഥിന് മുമ്പാകെ 29ാമത്തെ ഐറ്റമായിട്ടാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നിലവിൽ കേസ്. പക്ഷെ അത് 10:30 തന്നെ അദ്ദേഹം ഈ കേസ് മെൻഷൻ ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും എന്ത് നടപടിക്ക് വേണ്ടിയിട്ടാണ് അടിയന്തരമായി AG മെൻഷൻ ചെയ്യുന്നതെന്ന് ഞങ്ങളോട് വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് മെൻഷൻ ചെയ്യുന്ന സമയത്ത് ചില നിർദ്ദേശങ്ങൾ വെക്കണം എന്നുള്ളതാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. എന്തെല്ലാമാണ് ആവശ്യങ്ങൾ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ? ഇപ്പോൾ ചർച്ചകൾ നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി നിർത്തിവെച്ച ഒരു സാഹചര്യത്തിൽ കൂടുതൽ മധ്യസ്ഥ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനകത്ത് ചില പ്രയാസങ്ങളുണ്ട്. ഈ പറയുന്ന ലോജിസ്റ്റിക്കലായിട്ടുള്ള ചില പ്രയാസങ്ങളുണ്ട്. ഇനി കുടുംബത്തെ നമ്മൾ കൺവിൻസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ദിയാദനത്തിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചകൾ കടക്കേണ്ടി വരും. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണം, ഒരു 6 അംഗ സംഘത്തെ നിയോഗിക്കണം എന്നുള്ളതാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ നിർദ്ദേശമായി ഞങ്ങൾ വെക്കുന്നത്. അതിനകത്ത് 2 പേർ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധികളായിട്ടുണ്ടാകണം. 2 പേർ ഈ പറയുന്ന കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന മർക്കസിൻ്റെ ശ്രീ ബഹുമാനപ്പെട്ട കാന്തപുരത്തിൻ്റെ പ്രതിനിധികളായി 2 പേരുണ്ടാകണം. 2 പേർ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥർ. ഇങ്ങനെ 6 പേരുടെ സംഘം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ 6 അംഗ സംഘത്തിൻ്റെ ഒരു 4 പേരുടെ നിർദ്ദേശങ്ങൾ, അതായത് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെയും അതോടൊപ്പം തന്നെ മർക്കസിൻ്റെയും പ്രതിനിധികളെ സംബന്ധിച്ചുള്ള ഒരു ധാരണയും ആയിട്ടുണ്ട്. അതിനകത്ത് ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന നിർദ്ദേശം ഒന്ന് ആക്ഷൻ കൗൺസിലിൻ്റെ ട്രഷറായിട്ടുള്ള കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ട് ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ഷൻ കൗൺസിലിൻ്റെ നിയമോപദേശകൻ എന്ന രീതിയിൽ ഞാനുണ്ടാകണം എന്ന് അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് ഈ പറയുന്ന ഡോക്ടർ ഹുസൈൻ എന്ന് പറയുന്ന പ്രതിനിധിയും ഹാമിദ് എന്ന് പറയുന്നവരും മർക്കസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശമാണ് മർക്കസ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 2 പ്രതിനിധികളെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങൾ സുപ്രീം കോടതി മുമ്പാകെ ഇന്ന് ആവശ്യപ്പെടാൻ പോകുന്നത്. നിലവിൽ നടന്നു വരുന്ന ചർച്ചകൾക്ക് അവിടെ എത്തി ചർച്ച നടക്കുമ്പോൾ കൂടുതൽ വേഗം കൈവരിക്കാൻ കഴിയുമെന്നാണോ? സ്വാഭാവികമായും ഈ മർക്കസിൻ്റെ പ്രതിനിധികൾക്ക് അവിടെ യമനിൽ ദീർഘകാലമായി ബന്ധമുള്ള ആളുകളാണ്. ദീർഘകാലമായി യമനിലെ കാര്യങ്ങൾക്കൊക്കെ ഇടപെടുകയും അവിടെ പഠിച്ച ആളുകളുമൊക്കെ ആണ് ഈ മർക്കസിൻ്റെ പ്രതിനിധികളായി വരുന്നത്. അവരാണ് ഈ കാര്യങ്ങൾ ലീഡ് ചെയ്യുന്നത്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നിയമപരമായ കാര്യങ്ങളും ഈ പറഞ്ഞ ധനസമാഹരണത്തെ സംബന്ധിച്ച കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധികൾക്ക് സാധിക്കും. നയതന്ത്ര തലത്തിൽ സർക്കാരിൻ്റെ പ്രതിനിധികൾക്കും സാധിക്കും. അപ്പോൾ ഈ ചർച്ചകളെ ആകെ വേഗം കൂട്ടാൻ വേണ്ടിയും ഈ ചർച്ചകളെ ആകെ ഫലവത്താക്കാൻ വേണ്ടിയിട്ടും പറ്റാവുന്ന ഒരു ടീമിനെയാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്. അത് സുപ്രീം കോടതി അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഈ ചർച്ചകളോട് ഇതുവരെയും അനുഭാവപൂർവമായ ഒരു സമീപനം ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തിനില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ശബ്ദ സന്ദേശമൊക്കെ പുറത്തുവിട്ടിരുന്നു. അതിലും ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. സത്യത്തിൽ ഈ ശബ്ദ സന്ദേശമൊക്കെ പുറത്തുവിടുന്നവർ ആലോചിക്കേണ്ടത്, ഇപ്പോൾ ദീപ ജോസഫ് എന്ന് പറയുന്ന ആക്ഷൻ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്ന ഒരു വ്യക്തിയാണ് ശബ്ദ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. നിങ്ങൾ ആരോടൊപ്പം നിൽക്കുന്നു? നിങ്ങൾ ഇരയോടൊപ്പമാണോ വേട്ടക്കാരനോടൊപ്പമാണോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ആർക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത്. ആക്ഷൻ കൗൺസിലും അതേപോലെ തന്നെ മർക്കസും എല്ലാം ചേർന്നുകൊണ്ട് ഒരു വലിയ രീതിയിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു പ്രത്യേക ഘട്ടം വരെ എത്തുന്ന സമയത്ത് അതിനെ ആകെ താറുമാറാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഡീറെയിൽ ചെയ്യുന്ന തരത്തിൽ ഇടപെടലുകൾ ഉണ്ടാകരുത് എന്നാണ് ഞങ്ങൾ പൊതുവെ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നേരത്തെ നിന്നവരായാലും ഇപ്പോൾ നിൽക്കുന്നവരായാലും കേരളീയ സമൂഹത്തോട് ഞങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത്. ദൗർഭാഗ്യകരമാണ്. ഒരു ജീവൻ്റെ പ്രശ്നമാണ്. ജീവന് വേണ്ടി നമ്മൾ കേരളമാകെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ന് AG കേസ് മെൻഷൻ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അതൊരു ശുഭാപ്തി വിശ്വാസത്തോടെ കാണണോ? കാരണം അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത ആണ് എന്ന തരത്തിൽ കാണാൻ കഴിയുമോ?
അതിനകത്ത് കേന്ദ്ര സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ഇന്ന് കേസ് വരുന്ന സമയത്ത് തന്നെ അറിയുള്ളൂ. ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിനകത്ത് അവർ സർക്കാരിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അക്കാര്യത്തിനകത്ത് ഞങ്ങൾ സർക്കാരിൻ്റെ ഇടപെടലുകളെ ശ്ലാഘിക്കുന്നു. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഇതിൽ കൂടുതൽ ഇടപെടുന്നത് നല്ല കാര്യം തന്നെയാണ്. ഇനി കൂടുതൽ ഇടപെടാൻ സർക്കാർ തയ്യാറാണ്, ഇക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ തയ്യാറാണ് എന്നുള്ള അഭിപ്രായം സുപ്രീം കോടതി മുമ്പാകെ പറയാനായിരിക്കും ഈ കേസ് പരിഗണിക്കുന്നത് അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. SKN, ഇന്ന് ഈ കേസ് 10:30 തന്നെ മെൻഷൻ ചെയ്യാൻ അറ്റോർണി ജനറൽ എടുത്ത ഒരു തീരുമാനം എന്നുള്ളത് സുപ്രധാനമാണ്. എന്നാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് കോടതിയിൽ എത്തുമ്പോൾ മാത്രമായിരിക്കും അറിയാൻ കഴിയുക. ഈ വിഷയത്തിൽ സ്വീകരിച്ച നടപടികൾ, കേന്ദ്ര സർക്കാർ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്ന കാര്യം കോടതിയിൽ അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം ഇന്ന് എന്ന കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു കേന്ദ്ര സർക്കാരിന്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ AG കോടതിയെ അറിയിക്കും. അതോടൊപ്പം തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ നിലവിലിപ്പോൾ മാറ്റിവെച്ച ഒരു പശ്ചാത്തലത്തിൽ ഇതിന്റെ അടിയന്തര പ്രാധാന്യമില്ല എന്നും ഹർജി തീർപ്പാക്കണമോ എന്ന ആവശ്യം അദ്ദേഹം ഉന്നയിക്കാമോ എന്ന സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് 10:30 സുപ്രീം കോടതിയിൽ നിന്നും വരുന്ന തീരുമാനം ഏറെ നിർണായകമാകും. SKN. താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.